എൻ്റെ ഒരു ഫാത്തിഹയുണ്ട്. നമ്മുടെ നാടിൻ്റെ സ്വാതന്ത്ര്യത്തിനും ഉന്നതങ്ങളായ മാനുഷിക മൂല്യങ്ങളുടെ നിലനിൽപ്പിനും വേണ്ടി അനവരതം പോരാടുകയും ജീവത്യാഗം വരെ വരിക്കുകയും ചെയ്ത കർമ്മയോഗികളുടെയും ധീരരക്തസാക്ഷികളുടെയും വീരസ്മരണകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കട്ടെ. മദ്യം നമ്മുടെ സമൂഹത്തിനുണ്ടാക്കുന്ന മാരകവും വ്യാപകവുമായ ആഘാതത്തെക്കുറിച്ച് എനിക്ക് ബോധ്യമുണ്ട്. മദ്യം, കഞ്ചാവ് തുടങ്ങിയവയ്ക്കെതിരെ പോരാടേണ്ടത് എൻ്റെ കടമയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഞാൻ ജീവിതത്തിൽ ഒരിക്കലും അത്തരം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയില്ലെന്നും അവയെ പ്രോത്സാഹിപ്പിക്കുകയില്ലെന്നുമുള്ള എൻ്റെ വാക്കുകളിലൂടെ ആവർത്തിക്കുന്നു. മാത്രമല്ല, ജീവിതാവസാനം വരെ ഈ മഹാതിന്മകൾക്കെതിരെ എൻ്റെ ആരോഗ്യത്തിൻ്റെയും ആയുസ്സിൻ്റെയും അർത്ഥലബ്ധിയുടെയും അവസരങ്ങളുടെയും അർഹമായ പങ്ക് നീക്കിവെച്ചുകൊണ്ട് കുടുംബകാര്യങ്ങൾക്കെന്നതിലുപരി ഗൗരവത്തോടെയുള്ള എൻ്റെ പോരാട്ടം തുടരുമെന്ന പ്രതിജ്ഞ പുതുക്കുകയും ചെയ്യുന്നു. ബഹുമാന്യനായ അധ്യക്ഷൻ, സ്വാഗത പ്രസംഗകൻ, അതുപോലെ ആഷിഖ്, എൻ്റെ സുഹൃത്ത്, ഒരു താലൂക്കിലാണ് ഞങ്ങൾ താമസിക്കുന്നത്, മുജാഹിദ് ബാലുശ്ശേരി, ഞങ്ങളുടെ മദ്യനിരോധന സമരരംഗത്തെ സഹപ്രവർത്തകർ, സഹായികൾ, ബന്ധുക്കളായ ഫാദർ വർഗീസ് മുഴുത്തേറ്റ്, അതുപോലെ തന്നെ ബ്രദർ പീറ്റർ തുടങ്ങി മുഴുവൻ ആളുകളുമായ ആത്മബന്ധുക്കളെ നമസ്കാരം. എൻ്റെ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടകരങ്ങളാകട്ടെ എന്നും അതിൻ്റെ പ്രതികരണം സമൂഹത്തിന് ശ്രേയസ്കരമായി ഭവിക്കട്ടെ എന്നും ദയാനിധിയായ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ രക്ഷയും സമാധാനവും നമ്മളേവരിലും വർഷിക്കുമാറാകട്ടെ എന്ന് കൂട്ടിച്ചേർത്തുകൊണ്ട് ഞാൻ ആരംഭിക്കട്ടെ. ദൈവത്തിൻ്റെ രക്ഷയും സമാധാനവും നമ്മളേവരിലും വർഷിക്കുമാറാകട്ടെ എന്നുള്ളത് അസ്സലാമു അലൈക്കും എന്നുള്ളതിൻ്റെ മലയാളമാണ്. അത് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങോട്ട് പറയേണ്ടതാണ്. വലൈക്കും സലാം ബർക്കത്തുല്ലാഹി ബർക്കാത്തുഹു. നിങ്ങൾ പറയാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം. ഞാനൊരു കാഫറാണെന്നാണ് നിങ്ങളുടെ പലരുടെയും വിചാരം. എന്നാൽ ഞാൻ കാഫിറല്ല, മുനാഫിക്കുമല്ല. അത് നിങ്ങൾ വിചാരിച്ചോളൂ. പതുക്കെ പറഞ്ഞവർക്ക് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഞാൻ ഈ അരമണിക്കൂർ പ്രസംഗിക്കണമെന്നാ എന്നോട് പറഞ്ഞത്, ആഷിഖ് വിളിച്ചു പറഞ്ഞത്. ഇവിടെ എത്തിയപ്പോൾ അത് 15 മിനിറ്റായി. 15 മിനിറ്റും തീർന്നിരിക്കുകയാണ്. ബാക്കിയെല്ലാം പ്രസംഗിച്ചിട്ട് ഞാൻ ദീർഘമായി പറയുന്നില്ല. എനിക്ക് പറയാനുള്ളത് നേരിട്ട് വിഷയത്തിലേക്ക് കടക്കാം. മദ്യനിരോധനം തന്നെയാണ്. മദ്യത്തിന് ഖുർആനിൽ പറയുന്ന പേര് ഹംർ എന്നാണ്. ഹംർ എന്ന് പറഞ്ഞാൽ ബുദ്ധിയെ മറയ്ക്കുന്നത്. സൂര്യപ്രകാശത്തെ മേഘം മറയ്ക്കുമ്പോൾ നമുക്ക് ഇരുട്ടായിരിക്കും. ശവാൽ മാസത്തിൽ നിങ്ങൾക്കത് കാണാം. മഴക്കാലത്ത് മേഘങ്ങളായിരിക്കും. അതുപോലെ തന്നെ ചന്ദ്രനെ മേഘം മറയ്ക്കുമ്പോൾ പ്രകാശം ഉണ്ടാവില്ല, ഇരുട്ടായിരിക്കും. ബുദ്ധിയെ മറച്ചു കളഞ്ഞാൽ ആ ഇരുട്ടാണ് തമസ്. തമസ്സിലാണ് തമസ് ശക്തികൾ ഉണരുക. തമസ് ശക്തികളാണ് വിലക്കപ്പെട്ട മുഴുവനും. അപ്പൊ മദ്യമുള്ളയിടത്ത് വിലക്കപ്പെട്ട മുഴുവൻ തമസ് ശക്തികളും ഉണരും. ഞാനൊരിക്കൽ നമ്മളുടെ കാന്തപുരം എ പി ഉസ്താദിന്റെ ഒരു ജാഥയിൽ പ്രസംഗിച്ചു, മാനവികതയെ ഉണർത്തുന്നതിന്. ഷാറെ മുബാറക്ക് എന്ന് വിചാരിക്കേണ്ട നിങ്ങളാരും. അപ്പോ അവിടെ ഞാൻ പറഞ്ഞത്, അന്നേരം സമയമില്ലായിരുന്നു, ഇങ്ങനെ ഒരു 7 മിനിറ്റേ ബാക്കിയുള്ളൂ. ഞാൻ വേഗം പറഞ്ഞു തീർത്തത്, ഖുർആനിൽ 3 വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന് ഇൻസാനിയത്ത്, മാനുഷികത, മനുഷ്യത്വം. 2 ഐവാനിയത്ത്, മൃഗീയത. 3 ശൈത്താനിയത്ത്, പൈശാചികത. ചിലരൊക്കെ പറയാറുണ്ട് മൃഗീയമായ ബലാത്സംഗം. മൃഗം അങ്ങനെ ബലാത്സംഗം ചെയ്യാറില്ല. മൃഗീയമായ കൊലപാതകം, മൃഗം ഇരയ്ക്കും ഇണയ്ക്കും വേണ്ടി പോലും ആ സ്വവർഗത്തിലെ കൊല്ലാറില്ല. മനുഷ്യൻ മാത്രമാണ് ഇത് ചെയ്യുന്നത്. നമ്മൾ ആളുകളൊക്കെ, മുസ്ലിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ശൈത്താനിയത്ത് നിന്ന് രക്ഷപ്പെട്ട ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഔദു ബില്ലാഹി മിന ഐവാനിർ റജീം എന്നല്ല, ചെകുത്താന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാനാണ്. മദ്യമുണ്ടാക്കുക ചെകുത്താന്റെ ചിന്തയാണ്, മൃഗത്തിന്റെ ചിന്തയല്ല. മദ്യപിച്ചാൽ ഒരുത്തനും മൃഗസമാനമല്ല ആകുന്നത്, ചെകുത്താന് തുല്യമാണാകുന്നത്. ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറയുന്ന സമൂഹം മദ്യത്തിന്റെ വാഴ്ചയെ തകർത്തില്ല എങ്കിൽ ശൈത്താന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമല്ല. ചുരുക്കി പറയുകയാണ് ഞാൻ. ബുദ്ധിയാണ് പിടിക്ക്. ബുദ്ധിക്കു സത്യോ മൃത്യു നൽകിടും പടുക്ഷേളം, മർത്യനെ തിരിയക്കാക്കും പൈശാചരസായനം. ബുദ്ധിയെ പെട്ടെന്ന് കൊല്ലുന്ന മഹാവിഷമാണ് മദ്യം. മനുഷ്യനെ മൃഗമാക്കുന്ന പിശാചിന്റെ അരിഷ്ടമാണ് മദ്യം. ഇത് പറഞ്ഞത് ഉള്ളൂർ എസ് പരമേശ്വരയ്യരാണ്. മാത്രമല്ല, എനിക്ക് മുസ്ലിം സമൂഹത്തോട് പറയാനുള്ളത്, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നൊരു സമുദായം നിങ്ങളാൽ ഉണ്ടാകുമാറാകട്ടെ എന്ന ആലി ഇമ്രാന്റെ വചനം മറന്നു പോകരുത്. അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദിയയിലൂടെ വ്യക്തമാക്കുന്നു. അത് അള്ളാഹുവിന്റെ കൽപ്പനകൾ നിങ്ങൾ വിസ്മരിച്ചാൽ, വിഗണിച്ചാൽ, അതിനെ നിഷേധിച്ചാൽ അവസാന കാലത്ത് ദുആ ചെയ്തുകൊണ്ട് കാര്യമൊന്നും ഉണ്ടാവില്ല, ഉത്തരം കിട്ടില്ല. അവസാന കാലത്ത് ദുആ ചെയ്യുന്ന ആളുകളുണ്ട്.
എന്തോ ഏതോ എന്ന് വിചാരിക്കുന്ന നഫ്സിൽ ലവാമയിൽ നഫ്സിൽ അമ്മാറയിലൊന്നും തിരിയില്ല, നഫ്സിൽ ലവാമയിലും തിരിയില്ല. അവസാനം നഫ്സൽ മുത്തമയിന്ന അയാൾക്ക് ഉണ്ടാകുകയില്ല. അതുകൊണ്ട് എന്തോ ഏതോ എന്നുള്ള കാലത്ത് അള്ളാഹുവിനെ നിഷേധിച്ച് സിനിമാ പാട്ടും പാടി നടക്കുന്നു. 10-60-70 വയസ്സായാൽ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് അൽഹംദുലില്ലാഹ് ബിസ്മില്ലാഹ് റഹ്മാൻ റഹീം എന്താ ഇയാളിങ്ങനെ പറയുന്നത്, സുബ്ഹാനല്ലാഹ്, അത് അയാൾക്ക് ഇപ്പൊ ഷുഗർ കൂടി അല്ലെങ്കിൽ പ്രഷർ കൂടി, അന്നാലാണ് അള്ളാഹുവിനെ ഓർമ്മിക്കുക. അങ്ങനെയുള്ളവർക്ക് അവസാന കാലത്ത് ഉത്തരം കിട്ടുകയില്ല. യുവാക്കളോട് യുവാക്കാലത്ത് ഖുർആൻ ചോദിക്കുന്നുണ്ട് വിധിനാളിൽ, നീ യുവാവായിരിക്കുമ്പോൾ എന്തു ചെയ്തു, നിന്റെ ഹിദായത്ത് എന്തായിരുന്നു? എനിക്ക് കച്ചവടമായിരുന്നു, എനിക്ക് രാഷ്ട്രീയമായിരുന്നു, പഞ്ചായത്ത് മെമ്പറായിരുന്നു, ഒരു ഉത്തരവും കിട്ടൂല. യുവാക്കൾ ശക്തരാകണം. ഞാൻ ദീർഘമായി പറയുകയല്ല. യുവാക്കളുടെ ശക്തി, സഹോദരിമാർ, പുരുഷൻ ആണിന്, സഹോദരന് ഭർത്താവിന് രക്ഷ കൊടുക്കണം. അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് പ്രവാചകനാവുന്നതിന് മുമ്പുണ്ടായിരുന്ന അള്ളാഹുവിന്റെ ദൂതന്റെ സ്പർശനവും ദർശനവും ഏറ്റ് തന്റെ വീടിന്റെ മുറ്റത്ത് വന്ന് കിടക്കുമ്പോൾ എനിക്ക് പുകച്ചിലെടുക്കുന്നു, എനിക്ക് വീശു, എനിക്ക് കുളിരുന്നു, എന്നെ പുതപ്പിക്കുമെന്ന് പറഞ്ഞപ്പോ പാരവശ്യം കാണിച്ചപ്പോൾ സഹധർമ്മിണി പറഞ്ഞു, ഒന്നുമില്ല, അള്ളാഹുവിന്റെ സമൃദ്ധമായ തൗഫീക്ക് താങ്കളിൽ വന്നു വിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ തന്റെ ഭർത്താവിന് ശക്തി നൽകിയ ഭാര്യമാർ ഇവിടെ ഉണ്ടായിരിക്കണം. അല്ലാമ ഇക്ബാലിന്റെ ഒരു വരിയുണ്ട്, ഇവിടെ ഒരുപാട് തീക്കുണ്ടങ്ങളുണ്ട്, ഇവിടെ ഒരുപാട് രാജാക്കന്മാരുണ്ട്, നുമ്രൂദന്മാരുണ്ട്, പക്ഷേ ഇവിടെ ഒരു ഇബ്രാഹിം ഇല്ല. ശരിയല്ലേ? ഈ നാടങ്ങനെ മദ്യത്തിൽ കിടന്ന് മുങ്ങുമ്പോൾ ഏറ്റവും അവസാനമായ അവതീർണമായ വിശുദ്ധ ഗ്രന്ഥം ഖുർആൻ മദ്യത്തിനെതിരെ അതിശക്തമായ പ്രബോധനങ്ങൾ നടത്തുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ മൗനം പാലിക്കുന്നത്? കഴിഞ്ഞ ഞങ്ങളിവിടെ ഒരു സമരം നടത്തുമ്പോൾ നിങ്ങളുടെ ICAയും അതുപോലെ കുറെ അബീബുകളായ കുറെ ഇമാമുകളും വന്നതാണ് ഞങ്ങൾക്കൊരു ആവേശം ഉണ്ടായത്. നിങ്ങളുടെ ഈ മൗനത്തെ കുറിച്ച് ഖുർആൻ ചോദിക്കുന്നുണ്ട്. എന്ത്? സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും രക്ഷയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യാത്തതിന് നിങ്ങൾക്ക് എന്തുണ്ട് ന്യായം പറയാൻ? അല്ലേ? സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും രക്ഷയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യേണ്ടത് ഈ നൂറ്റാണ്ടിൽ, ഈ കാലത്ത് മദ്യത്തിനും ലഹരിക്കുമെതിരെ ആയിരിക്കണം. നിങ്ങൾ വേണ്ട പോലെ ഇളകുന്നില്ല. പക്ഷേ നിങ്ങളെ ഞാൻ അത്ഭുതപ്പെടുകയാണ്. കൊല്ലത്തിൽ ഒരു 52 കുത്തുബകൾ, 3-4 വയതുകൾ, ചിലർക്ക് മരിച്ചാൽ ആ വീട്ടിൽ ഖുർആൻ വായന, ഖുർആൻ പാരായണം, എത്രയോ കസറ്റുകൾ, ഒരു 5 മീറ്റർ കഫൻ തുണി കൊണ്ട് എങ്ങനെയാണ് പൊതിഞ്ഞ് ശവം മറവ് ചെയ്യേണ്ടതെന്ന് പഠിപ്പിക്കുന്ന സ്തോത്രങ്ങളും പ്രചാരണങ്ങളും. ഇത്രയേറെ 3 വയസ്സ് തൊട്ട് 4 വയസ്സ് തൊട്ട് മദ്രസയിലെത്തുകയാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ. ഇത്രയും ഭാഗ്യം ലഭിച്ച ആളുകൾ എന്തുകൊണ്ടാണ് ഈ മഹാതിന്മയ്ക്കെതിരെ മൗനം പാലിക്കുന്നത്? നിങ്ങൾ പറയും ഞങ്ങൾ മൗനം പാലിക്കുന്നില്ല. നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. വിരോധിക്കുക എന്ന് പറഞ്ഞാൽ വിശേഷേണ രോധിക്കുക എന്നാ. വിശേഷമായ സ്പെഷ്യൽ റൂട്ടിലൂടെ, അപ്രോച്ചിലൂടെ എതിർക്കുക എന്നുള്ളതാ. അതുകൊണ്ട് അല്പബന്ധുക്കളെ ഞാൻ ചുരുക്കുകയാണ്, വളരെ ചുരുക്കുകയാണ്, സമയമില്ലാത്തതുകൊണ്ട്. എനിക്കൊന്ന് അവസാനമായി നിങ്ങളോട് പറയട്ടെ. അജറുൽ അസ്വദിനെ അറിയാമല്ലോ. അജറുൽ അസ്വദ് എന്നുള്ള ദേവലോക ശിലയാണ്. അജറുൽ അസ്വദ് എടുത്ത് പുറത്ത് വെച്ചത്, കഅബയിൽ എടുത്ത് പുറത്ത് വെച്ചത് കഅബ റിപ്പയർ ചെയ്യേണ്ട സമയത്തിലാണ്. അങ്ങനെ കഅബയുടെ റിപ്പയർ എല്ലാം കഴിഞ്ഞു. അജറുൽ അസ്വദ് എടുത്ത് കഅബയിൽ വെച്ചാലേ ആ പുണ്യക്ഷേത്രം പൂർണ്ണമായി പുണ്യമാവുകയുള്ളൂ. അങ്ങനെ ആരാണ് ഇത് എടുക്കുക? അത് കുറെ ആളുകളൊക്കെ മത്സരിക്കുകയാണ്. അന്നത്തെ ഖുറൈശികൾ മത്സരിക്കുന്നു, നിരീശ്വരവാദികൾ മത്സരിക്കുന്നു. എല്ലാവരും പറയുന്നു ഞാൻ പിടിക്കാം. ആ മലയെടുക്കലൂടെ ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങി വരുന്നു, നമുക്ക് അയാളുടെ മധ്യസ്ഥം സ്വീകരിക്കാം. അത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. അങ്ങനെ ഒരു വലിയ ഒട്ടകത്തിന്റെ തോല് കൊണ്ടുവന്ന് ഈ ഹജറുൽ അസ്വദ് എല്ലാവരും കൂടി ഉരുട്ടി ഈ തോലിൽ വെച്ചു. എന്നിട്ട് റസൂൽ പറഞ്ഞു, ആർക്കൊക്കെയാണോ ഇത് പിടിക്കേണ്ടത് എല്ലാവരും ഈ തോലിന്റെ ഓരോ ഭാഗം പിടിച്ചോളൂ. അങ്ങനെ എല്ലാവരും അഭിമാനത്തോടുകൂടി അത് കൊണ്ടുവന്ന് കഅബയിൽ പുനഃപ്രതിഷ്ഠിച്ചപ്പോൾ കഅബ പഴയ കഅബയായി. ഇത് ഞാൻ പറഞ്ഞത് 1967 ഈ കഅബയ്ക്ക് നമുക്ക് കേരളത്തിനൊരു പേരുണ്ടല്ലോ, അതായത് ദൈവത്തിന്റെ സ്വന്തം നാട്. അതിനെ ഞാൻ കഅബ എന്ന് വിളിക്കുന്നു ഇപ്പോൾ. പക്ഷെ 1967 EM ശങ്കരൻ നമ്പൂതിരിപ്പാട് കേരളം നവീകരിക്കാൻ വേണ്ടി ഈ കഅബയിലെ അജറുൽ അസ്വദ് എന്ന് പറയുന്ന മദ്യനിരോധനം എടുത്ത് പുറത്തു വെച്ചു. പിന്നെ കഅബയല്ല. പിന്നെ ആര് വന്നിട്ടും ആർക്കും മത്സരമില്ല, ഞാനിതിവിടെ വെക്കും ആരും പറയുന്നില്ല. ഈ കേരളം ദൈവത്തിന്റെ സ്വന്തം നാടായ കഅബയാകണമെങ്കിൽ EM ശങ്കരൻ നമ്പൂതിരിപ്പാട് എടുത്ത് പുറത്തു വെച്ച അജറുൽ അസ്വദ് എന്നുള്ള മദ്യനിരോധനത്തിന്റെ ശില ഇവിടെ എടുത്തു വെക്കാൻ നിങ്ങൾ സഹായിക്കണം. ഒരു തല ഞങ്ങളും പിടിക്കാം. ഞങ്ങൾ മദ്യനിരോധനക്കാർ, അത്രയേ ഉള്ളൂ.
അതുകൊണ്ട് അങ്ങനെ വന്നാൽ മാത്രമേ കേരളം കേരളമാവുകയുള്ളൂ. ഞാൻ വീണ്ടും നിങ്ങളോട് പറയട്ടെ, മദ്യത്തിന്റെ തിന്മകളെ 10 തരക്കാർ മദ്യവുമായി ബന്ധപ്പെട്ട ഉണ്ടാക്കുന്നവർ, വിൽക്കുന്നവർ, കൊണ്ടുപോകുന്നവർ, കുടിക്കുന്നവർ, വിതരണം ചെയ്യുന്നവർ, അതിനൊത്താശ ചെയ്യുന്നവർ, മൗനം പാലിക്കുന്നവർ, 10 തരക്കാർ ഇസ്ലാമിന്റെ ഭാഷയിൽ, ഇസ്ലാമിന്റെ ശാസനങ്ങളിൽ കുറ്റവാളികളാണ്. നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കാനുമുള്ളൊരു സമൂഹത്തോട്. പിന്നെയും നിങ്ങളോട് ഞാൻ പറയും, ഞങ്ങളുടെ നോട്ടീസിലുണ്ട്, നിങ്ങൾ ഇത് സദക്കയുടെ റമദാൻ എന്ന വാക്കിന് റമദ് എന്ന് പറഞ്ഞാൽ ചൂടിനൊരർത്ഥമുണ്ട്. ഇപ്പൊ ജൂൺ ജൂലൈ മാസം ചൂടുള്ള മാസമാണ്. ചൂടുള്ള മാസത്തിൽ ഉണ്ടായ വ്രതം എന്നല്ല റമദാൻ അർത്ഥം. റമദാന്റെ റമദ് എന്ന് പറയുന്നത്